നിനക്കെന്നോട് അത്ര ഇഷ്ടല്ലേ? നിനക്കെന്നോട് അത്ര ഇഷ്ടമുണ്ടെങ്കിൽ ഈ ബജി ഞാൻ എടുത്തോട്ടെ. ഒന്ന് പോയടെ ഇവിടുന്ന്. ബജി എന്നിട്ടല്ലേ ട്രൂ ലവ് ആണ് തെളിയിപ്പിക്കണേ. തീറ്റ കുതിയോ പോടി. ബജി എന്നിട്ടുള്ള പ്രകടനം വെച്ചാണ്. ഇത്ര പണിയുള്ളൂ ഞങ്ങളെ പരിപാടിക്ക്. ഇനി എങ്ങനെ പോ? ഇനി കണ്ടജ് ഇത്ര പരിപാടി ഉള്ളൂ. ഈ ഒരു റീല് ശരിക്കും അവരെ ഇൻസ്പയർ ചെയ്തിട്ട് ഇട്ടാണ്, അല്ലെങ്കിൽ കളിയാക്കിക്കൊണ്ടിരിക്കുക. കാരണം ഈ അടിക്കണ വീഡിയോ ഞങ്ങള് പണ്ട് ഉണ്ടാക്കിയതല്ല. ലാല ഉണ്ടായിരുന്നപ്പോഴും ഉണ്ട്, ലാല വരുന്നതിന്റെ മുമ്പ് ഞങ്ങൾ അരികോടൊന്നുണ്ട്. ഇപ്പൊ ആൾക്കാര് പറയും എന്താ ഓല കണ്ട് പടി എന്നൊക്കെ പറയും. ഓർക്ക് അറിയില്ലല്ലോ നമ്മളിപ്പം വന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് വീഡിയോയിൽ ഒരാളെ തല്ലാൻ പറ്റാത്ത അവസ്ഥ. ഞങ്ങൾ തല്ലണ വീഡിയോ അപ്പൊ ലാലന്റെ കോപ്പിയാണ്. ഞങ്ങൾക്ക് ലക്ഷദ്വീപിക്ക് ഒരു ചാൻസ് കിട്ടി. അപ്പൊ അതിന് ലാലക്ക് വിളിച്ചപ്പോ ഓൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ എന്താ ഷാർജയ്ക്ക് പോകാനൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോഴാണ് എന്താ ഓന് വേറെ ടീമായത് തന്നെ ഞങ്ങൾ അറിയണത്. നിങ്ങളിപ്പോ കുറെ ഇയേഴ്സ് ആയിട്ട് ഫീൽഡിലുണ്ടെങ്കിലും വളരെ മെല്ലെ മെല്ലെ ഉള്ള ഒരു ഉയർച്ചയായിരുന്നു. അതിനു മുന്നേ ഒക്കെ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ലൈഫും നിങ്ങളുടെ വീടും? 1000 റുപ്യ ആവണമെന്നുണ്ടെങ്കിൽ ഞങ്ങള് 2 കണ്ടെയ്നർ ഒക്കെ ഉണ്ടല്ലോ, 2 കണ്ടെയ്നർ അരിയൊക്കെ ഇറക്കണം. കണ്ടെയ്നറിൽ 1140 25 കിലോന്റെ ചാക്ക് ഉണ്ടാവും. 1000 ചാക്ക് ഇറക്കിയാലേ ഉള്ളൂ ഒരാൾക്ക് 6 റുപ്യ ഇട്ട്. അപ്പൊ നിങ്ങൾ ഒരു ദിവസം 1000 ചാക്ക് 50ന്റെ 1000 ചാക്ക് ഇറക്കോ? എല്ലാ വർക്കും ഞങ്ങൾ പോയി നോക്കിയിട്ടുണ്ട്. പെയിന്റിങ്, പിന്നെ വാർപ്പിന്റെ പണിയാണെങ്കിൽ അത്, ഓട്ടോറിക്ഷ ഓടാന്, തുണിക്കട, ചെയ്യാത്ത പണി. ഞാൻ കിണറിന്റെ റിങ് ഉണ്ടല്ലോ, അതിന്റെ വർക്കിനടക്കം പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ അപ്പുറത്ത് പോയിരിക്കാം. നിനക്കെന്നോട് അത്ര ഇഷ്ടല്ലേ? നിനക്കെന്നോട് അത്ര ഇഷ്ടമുണ്ടെങ്കിൽ ഈ ബജി ഞാൻ എടുത്തോട്ടെ. ഒന്ന് പോയടെ ഇവിടുന്ന്. ബജി എന്നിട്ടല്ലേ ട്രൂ ലവ് ആണ് തെളിയിപ്പിക്കണേ. സംഭവം പൈസ ആണ് കൊടുക്കണേ, എന്നാലും ബജി എന്നിട്ടുള്ള പ്രേമൊന്നും വേണ്ട. ഇവിടെ വന്നാ എടാ പൊട്ടാനക്ക് തീരെ റൊമാൻസ് ഇല്ലട്ടോ. ആ ബജ്ജിയാണ് കൊടുത്തോക്കാം. ബജി കൊടുത്തിട്ടുള്ള പ്രേമം വേണ്ട പാറുക്കെ. അതിന് കൊടുക്കുക. അനക്ക് വേണമെങ്കിൽ വേറെ വാങ്ങിത്തരാം. ബജി വേറെന്താ വർത്തനം? തീറ്റ കുതിയോ പോടി. ബജി എന്നിട്ടുള്ള പ്രകടനം വെച്ചാണ്. ഹായ് ഹലോ, എല്ലാവർക്കും നരേറ്റീവ് മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഈസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. സോ ഇന്ന് നമ്മൾ 2 വിശിഷ്ടാതിഥികളെ കാണാൻ വേണ്ടി അവരുടെ സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങളൊക്കെ വർഷങ്ങളായിട്ടും ടിക്ടോക്കിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലൊക്കെ ഇവരെ കണ്ട് ഇവരുടെ റിയൽ ലൈഫ് വീഡിയോസ് ഒക്കെ കണ്ടിങ്ങനെ ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള 2 അടിപൊളി ആൾക്കാരാണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. സോ ലെറ്റ് മീ വെൽക്കം ഫാറൂഖ് ആൻഡ് മുനീർ. വെൽക്കം ടു ദ ഷോ. ശരിക്കും ഇത്ര നല്ല ഇൻട്രോ ഒക്കെ തന്നിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക. എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ, ടിക്ടോക്കിൽ 7 lakhs+ ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത്ര ഇയേഴ്സ് ആയിട്ട് ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ എവിടുന്നാ ഇതിന് മാത്രം ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടുന്നത്? കാരണം നിങ്ങളുടെ ഓരോ വീഡിയോസ് കാണുമ്പോഴും, ഇപ്പോൾ കല്യാണ വീട്ടിലെ അപ്പൂപ്പനാണെങ്കിലും 90s കിഡ്സ് ടൂർ പോകുന്ന സാധനമാണെങ്കിലും എല്ലാം നമുക്ക് ഭയങ്കര റിലേറ്റഡ് ആണ്. അപ്പോൾ ഇത്രയും അനുഭവം ഈ ചെറിയ പ്രായത്തിൽ നിങ്ങൾക്ക് എവിടെന്നാ കിട്ടുന്നത്? ഞങ്ങൾ ഇടക്കിടക്ക് യാത്ര പോകും കൂട്ടുകാരന്മാരൊക്കെ കൂടിയിട്ട്. ആദ്യം തന്നെ ഒരുപാട് തീമിട്ടു. ഇപ്പൊ അടുത്ത് ഞങ്ങള് യാത്ര പോയപ്പോൾ ഞങ്ങളപ്പം എന്താ സാധാരണക്കാരാണ് കൂടുതലുണ്ടാവുക. ഇപ്പോൾ ഒരാള് മീൻകാരനാണ്. മീൻകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈനിൽ കൂടി പോണ ആളല്ല, അവനക്ക് സ്വന്തമായിട്ട് ഒരു കട ഉണ്ട്. അപ്പോൾ അവന് പണിക്കാരെ അവിടെ ആക്കിയിട്ടാണ് അവൻ പോരുക. അപ്പോൾ ഒരു 3 മണിയൊക്കെ കഴിഞ്ഞാൽ അവർക്ക് കോള് വരും. എന്നിട്ട് ഞങ്ങള് ഒരു സ്വസ്ഥായിട്ട് ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിട്ട് നമ്മള് റിസോർട്ടൊക്കെ എടുത്തിട്ട് നല്ല രീതിയിൽ കിടക്കുമ്പോൾ അതില് എന്താ കടന്നുറങ്ങുമ്പോ ഇവന് 3 മണിക്ക് ചങ്ങായി മത്തി എന്നോട് എന്താ തഹസിൽദാർ വീട്ടിക്കല്ലേ കൊണ്ടുപോകാൻ പറഞ്ഞത്. എന്നിട്ട് ഞങ്ങളൊരു വീഡിയോ ആക്കി. 1 million വ്യൂസ് ആയിപ്പോ. എന്താ അങ്ങനെ അത് കഴിഞ്ഞ അടുത്തത്. അപ്പൊ അങ്ങനെ ഓരോന്ന് നമുക്ക് കിട്ടും. അത് ഓരോ തമാശക്ക് വേണ്ടി ചെയ്യല്ല, ഓരോ ലൈഫാണ് ചെയ്യണത്. അത് നമ്മള് നോട്ട് ചെയ്തേക്കും. ഞങ്ങൾ ഒന്നാമത് തരാം. ഞങ്ങളെപ്പോഴുള്ള ആൾക്കാരൊക്കെ സാധാരണക്കാരായ ആൾക്കാരാണ്, ഒരു നാട്ടുമ്പുറത്തുള്ള ആൾക്കാരൊക്കെ. അപ്പൊ ഞങ്ങൾ ഒന്നാമത് 90 kids ആണ് ഞങ്ങള്. അപ്പൊ ഈ സംഭവങ്ങളൊക്കെ, അതായത് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളിപ്പോ വെറുതെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, അതിൽ കുറെ ചിരിക്കാനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ട് കുറെ കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ആരെന്ത് പറഞ്ഞാലും ഞങ്ങൾ എന്ത് ചോദിച്ചാൽ ഞങ്ങളെ ശ്രദ്ധിക്കുക ചെയ്യുക. അതായത് പറയുന്ന കാര്യങ്ങൾ മൊത്തം ഞങ്ങൾ ശ്രദ്ധിക്കും. ഫുൾ ടൈം നിരീക്ഷണത്തിലാണ്. അതിന്ന് കിട്ടുന്ന ഓരോന്നാണ് ഞങ്ങള് വീഡിയോ ആയിട്ട് അധികം ചെയ്യുക. അപ്പൊ സത്യം പറഞ്ഞ ഒരു സംഭവം നടക്കുമ്പോൾ നിങ്ങൾ ആ മൊമെന്റിൽ നിങ്ങൾക്ക് എന്ത് കണ്ടന്റ് കിട്ടും
എന്നതിലാണ് നിങ്ങളുടെ ശ്രദ്ധ. അതാണ് ഇപ്പൊ ഇവിടെ നിങ്ങൾ നോട്ടീസ് ചെയ്തോണ്ടിരിക്കുന്നത്. ബൈക്ക് ഓടിച്ചോണ്ട് പോകുമ്പോഴൊക്കെ നമ്മള് സ്ഥലം എത്തി കഴിഞ്ഞാലും വീണ്ടും ഇങ്ങനെ പോകുന്ന ഒരു പരിപാടി ചില ആൾക്കാർക്ക് ഉണ്ട്. അത് കൂടുതൽ ചിന്തയുള്ള ആൾക്കാർക്കാണ്. അപ്പൊ ആ സമയത്തൊക്കെ ചിലപ്പോ നമ്മള് അറിയണ ആൾക്കാർ നമ്മോട് ചിരിച്ചിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മള് കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ വലിയ ആളായി ഫാറൂഖിനൊക്കെ ഭയങ്കര ജാടയായി പോയിന്നൊക്കെ. ഇപ്പൊ കുറെ ആൾക്കാർ വീഡിയോസിൽ ഇപ്പൊ കുറെ ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ കൂടുതലും ഫാൻസ് നിങ്ങളുടെ ഈ ഒരു ഫാറൂഖ് മുനീർ കോംബോ കാണാം. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എത്ര നാളായിട്ട് സ്റ്റാർട്ട് ചെയ്തു? എവിടെന്നാ സ്റ്റാർട്ട്? നിങ്ങൾ നാട്ടുകാരാണ് ഓൾറെഡി. പിന്നെ ഞങ്ങള് അരിന്റെ ഗോഡൌണില് ചുമട് എടുക്കണ ജോലി കിട്ടി. അപ്പൊ അതിൽ നിന്നാണ് ഞങ്ങള് ഒന്നും കൂടി കൂടുതൽ എടുക്കണത്. അപ്പോഴാണ് ഇപ്പം ടിക്ടോക്ക് കാരണ സാധനം കൂടുതൽ കാണിച്ചു തരുന്നത്. അങ്ങനെ ഓരോ വീഡിയോ ഞങ്ങൾ വെറുതെ രസത്തിന് ഞങ്ങൾ അതായത് ഞങ്ങൾ ചെത്തത്തില് അരികൊണ്ടുള്ള അരി കയറ്റുന്ന പരിപാടിയാണ്, വോട്ടർമാരായിരുന്നു. അപ്പൊ ഞങ്ങള് ആ ടൈമില് വെറുതെ രസം എന്നുള്ളൊരു ഇതിൽ മാത്രം, അതായത് ആരും അന്ന് നല്ല ടിക്ടോക്ക് ഒന്നും അത്ര വലിയ ഇതായിട്ടില്ല. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ അധികം നാട്ടുമ്പുറത്തോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒന്നും ആൾക്കാര് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറെ ആൾക്കാര് എന്ത് ചെയ്യണം അങ്ങനത്തെ ഓരോ ടൈപ്പ് പരിപാടിയാണ്. അപ്പൊ ഞങ്ങള് വെറുതെ രസത്തിന് അങ്ങനെ ചെയ്യും, ഓരോന്നങ്ങനെ ചെയ്യും. പിന്നെ ആൾക്കാർ കളിയാക്കൽ തുടങ്ങി. അങ്ങനെ ഓരോന്നായപ്പോ ഞങ്ങൾക്ക് എഴുതി ഒരു 1K ലൈക്ക് എങ്കിലും കിട്ടണം. എങ്ങനെയും ആൾക്കാർ കാണിച്ചു. അന്നൊക്കെ 1K ലൈക്ക് പറഞ്ഞാൽ ഭയങ്കര സംഭവം. അപ്പൊ ഞങ്ങൾക്ക് എങ്ങനെ ഒരു 1K ലൈക്ക് കിട്ടണം എന്നുള്ള ചിന്ത വന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെയും ഓരോന്ന് ചെയ്തു. 1K ലൈക്ക് കിട്ടി. പിന്നെ ആൾക്കാർ പറച്ചിൽ തുടങ്ങി. അപ്പൊ ഞങ്ങൾ എഴുതി കുറച്ചുകൂടി ലൈക്ക് കിട്ടണം, ആൾക്കാര് അന്ന് അറിയണം. അപ്പോഴൊക്കെ വേറെ കുറെ ആൾക്കാരുണ്ട് കാസർഗോഡുള്ള പോലൊക്കെ ഫേമസ് ആയി നിൽക്കാണ്ടായിരുന്നു. എല്ലാരും സെൽഫി എടുക്കണം. അപ്പൊ ഞങ്ങൾക്കൊക്കെ അത്ഭുതമാണ്. നമ്മളെന്ന് പറഞ്ഞാൽ ഒരു സിനിമാ നടന്മാരൊക്കെ അല്ലേ നമ്മൾ സെൽഫി എടുക്കണം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളത്. ഇത് വേറെ ആളെ സെൽഫി എടുക്കുമ്പോ പറഞ്ഞാൽ അതും ഈ ടിക്ടോക്ക് ചെയ്തിട്ട് വരുമ്പോ നമുക്ക് ഭയങ്കര ഇത്രയും സെലിബ്രിറ്റികൾ വന്നത് ഈ ടിക്ടോക്ക് വഴിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ടിക്ടോക്ക് ഒരുപാട് ആൾക്കാർ അല്ലാതെ ഫേസ്ബുക്കിലൊന്നും ആരും അത്രക്ക് ഫേമസ് ആയിട്ടില്ല അല്ലെ. ടിക്ടോക്കിലാണ് ഈ സെലിബ്രിറ്റികൾ വന്നിട്ട് അതിന്റെ സെലിബ്രിറ്റികൾ ഒരുമിച്ച് കൂടുക, മീറ്റപ്പും കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെയാണ് ഞങ്ങൾക്കും ഇത് കമ്പായത്. അങ്ങനെ ഞങ്ങൾ ഓരോ വീഡിയോ ഞങ്ങള് വർക്കിനിടയിൽ കൂടി ഞങ്ങൾക്ക് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ഒക്കെ കിട്ടും. ആ 10 മിനിറ്റ് ഞങ്ങൾ റെസ്റ്റ് എടുക്കാതെ ഞങ്ങൾ വീഡിയോ ചെയ്യും. പിന്നെ അതുകൊണ്ട് വരുമാനം ഒന്നും ഉണ്ടാവില്ല. ആൾക്കാരുടെ വിചാരം നിങ്ങൾക്കൊക്കെ നല്ല പൈസയാണ്, വെറുതെ സെന്റിമെന്റ്സിന് വേണ്ടിട്ട് അരിയാറ്റാൻ പോയി അവിടെ പോയി വീഡിയോ എടുക്കാൻ. ഞങ്ങൾ ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങള് അങ്ങനെ ഇതായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളെ അതായത് ഞങ്ങളെല്ലാരും ചിരിപ്പിക്കാനേ നോക്കിയിട്ടുള്ളൂ. ഞങ്ങൾ എന്താണ് ഇത് ചെയ്യണത് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ആരോടും. പക്ഷെ ഇൻസ്റ്റഗ്രാം വന്നതിന് ശേഷമാണ് എന്തേലുമൊക്കെ ഈ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഞങ്ങൾക്ക് വരുമാനം കിട്ടി തുടങ്ങി. പ്രൊമോഷൻസ് ഒക്കെ. ഓക്കെ. അപ്പൊ ഇപ്പൊ മൊത്തത്തിൽ എത്ര വർഷമായിട്ടുണ്ട് നിങ്ങളുടെ ഈ ഒരു കൂട്ടായിട്ട്? 7 വർഷം 6 വർഷം. ഇപ്പൊ നിങ്ങൾ ഒരുപാട് കോണ്ടന്റ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പലതും മില്യൺസ് ആൻഡ് മില്യൺസ് വ്യൂസ് ആണ്. ഒരുപാട് ആൾക്കാരിലേക്ക് റീച്ച് പോയ കുറെ കണ്ടന്റ് ഉണ്ട്. അപ്പൊ അതിൽ ഏറ്റവും വൈറലായ ഒരെണ്ണം പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങൾ സ്പോട്ടിൽ ഒരു കണ്ടന്റ് പെർഫോം ചെയ്യാൻ സാധിക്കും? ഞങ്ങൾ പറഞ്ഞ ബേസിക് ആയിട്ട് ഞങ്ങള് ഒന്ന് ആലോചിക്കും, നല്ല പറയണ്ടല്ലേ. ഞങ്ങൾ ആലോചിച്ചിട്ട് പിന്നെ അതിന് ഞങ്ങളെ വീഡിയോയിൽ മെയിൻ ആയിട്ട് ടൂണും കൂടി വരുമ്പോഴേ അതിന്റെ എഫക്ട് മനസ്സിലാവുള്ളൂ. ടൂൺ നമ്മൾ ഇടാലോ, എന്താ ചെയ്യാ. അപ്പൊ നമ്മള് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ കണ്ട് ഇവരുടെ ആ പെർഫോമൻസ് ഇപ്പൊ നമ്മൾ ലൈവായിട്ട് വെറൈറ്റി മീഡിയയിൽ കാണാൻ പോവാണ്. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. എടാ പണ്ട് ഞാൻ അരികോടുള്ള അതിന്റെ സമയത്ത് 10-15 ചാക്ക് ഒറ്റ കയറ്റിട്ടാ വണ്ടി കൊണ്ടുപോയിട്ടിരുന്നത്. 15 ചാക്കല്ലേ? അപ്പൊ നമ്മളവിടെ 2018 ആ വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ, അന്ന് ചങ്ങായി പൊരിഞ്ഞിട്ട് ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു അറിയോ, ഒരു ഷൂട്ടാണ് കത്തിച്ചിട്ട് നമ്മളെ ഇവിടുന്ന് മുങ്ങിയിട്ട് നമ്മുടെ പരപ്പനങ്ങാടി ചെന്നിട്ടാണ് പൊന്തിയത്. അപ്പൊ ചൂട്ട് കേടൂലേ? ഇല്ല, കേടൂല. അതിന്റെ ചാക്കിന്റെ എണ്ണം കുറേ, അതിന്റെ ചൂട്ടാണ് കേടൂല. കറക്ക് ചാക്കിന്റെ എണ്ണം. ഇപ്പൊ ഈ ഡയലോഗ്സ് ഒക്കെ നിങ്ങളെ ഇപ്പം നിങ്ങളുടെ ഈ ഡെയിലി ലൈഫ് കോൺവെർസേഷനിൽ നിന്ന് എടുക്കുന്നതാണോ, അല്ലെങ്കിൽ ഇപ്പൊ ഈ സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഡെയിലി ഇങ്ങനെ തന്നെ സംസാരിക്കാറ്? ഈ നമ്മള് നേരത്തെ സ്റ്റാൻഡേർഡ് ആക്കാന് ഞങ്ങൾക്ക് കഴിയണില്ല. അതുകൂടി ഇപ്പൊ ഈ വീഡിയോ ചെയ്യാനും കൂടി തുടങ്ങിയപ്പോ ഞങ്ങള് ഒന്നും കൂടിയും പഴയ ആൾക്കാർ ശ്രദ്ധിച്ചിട്ട് അതിക്ക് പോയി. ഇപ്പൊ ഞങ്ങള് അങ്ങനെ ജീവിക്കാൻ കുറച്ചൊക്കെ ഒന്നിങ്ങനെ റെഡിയായി വന്നിരുന്നു അല്ലേ. ഇപ്പൊ നമ്മളവിടെ എല്ലാ ആൾക്കാരൊക്കെ ഇപ്പൊ ഗൾഫിലൊക്കെ പോയി വരുമ്പോഴൊക്കെ അടിപൊളിയായിട്ട് സംസാരിക്കും. അപ്പൊ അതേപോലെ ഞങ്ങളും ചിലപ്പോ പുറത്തുനിന്നൊക്കെ ആൾക്കാർ വരുമ്പോ നല്ല രീതിയിൽ സ്റ്റാൻഡേർഡ് ആവാനൊക്കെ നോക്കും. ഞാൻ അതേപോലെ 1-2 വീഡിയോയിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് വർത്താനം പറയുന്നുണ്ട്. പക്ഷെ അതിലെല്ലാരും ഇങ്ങോട്ട് തിരിച്ചിട്ട് ഇങ്ങനെ പറയണ്ട, അത് ബോറാണ്, പഴയതുമാരി തന്നെ പറയാനുണ്ട്, അങ്ങനെ ഇതായിട്ടുണ്ട്.
ഇപ്പൊ നിങ്ങളുടെ കുറെ വീഡിയോസ് വൈറലായി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പം അതേപോലെ വൈറലായ ഒരു വീഡിയോ ആദ്യം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എന്നിട്ട് നമുക്ക് അതിന്റെ പിന്നാമ്പുറ കഥകളിലേക്ക് പോകാം. മിന്നലേക്ക് കിട്ടിയത് അല്ലേ? ഇതാണ് ഏറ്റവും കൂടുതൽ ക്രിക്കറ്റിന്റെ. ഈ ഒരു വീഡിയോയുടെ കഥ എന്താ? ഇത് റിയൽ ലൈഫിൽ നിന്ന് വന്ന എക്സ്പീരിയൻസ് ആണ്. എല്ലാവർക്കും റിയൽ ലൈഫിൽ വരുന്ന ഒരു സംഭവമാണ്. കുറെ ആൾക്കാർ ഞങ്ങളെ വീട് ചെയ്യണം പറഞ്ഞിട്ട് കുറെ ഇതായിന്നാണ്. അതായത് എനിക്ക് തന്നെ ഇതേമാതിരി അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ ഗൂഗിൾ പേ ഞാൻ ഈ പമ്പ് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾ വരുന്നവർക്ക് ഒരു പമ്പ് ഉണ്ട്, പെട്രോൾ പമ്പ്, പട്ടാമ്പി. അപ്പൊ ആ പമ്പ് പോയിട്ട് ഞാൻ ഒരു വട്ടം പെട്രോൾ അടിക്കാൻ പോയപ്പോ ഇതേമാതിരി ഗൂഗിൾ പേ ചെയ്തിട്ട് ഗൂഗിൾ പേ പോണില്ല. അപ്പൊ ഞാൻ അവിടുന്ന് സത്യം പറഞ്ഞാൽ ഞാൻ കുടുങ്ങി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പൈസ കൊടുക്കും വേണം, എണ്ണ അടിച്ച് കഴിയുകയും ചെയ്തു. അതിൽ പിന്നെ ഒരു കൂട്ടുകാരൻ വന്നിട്ടാണ് പൈസ കൊടുക്കുന്നത്. അങ്ങനെ ഈ സംഭവം കഴിക്ക് വരുന്നത്. അപ്പൊ ഇതേമാതിരി വീഡിയോ വേറെ ആൾക്കാരും ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതും കൂടി ഞങ്ങൾക്ക് കണ്ടപ്പോ ഒന്നുകൂടി ഇൻസ്പയർ ആയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്തത്. അങ്ങനെയാണ് വീഡിയോ വരുന്നത്. നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോവാം. ഇതിൽ ആക്ച്വലി വീഡിയോ കാണിച്ചിട്ട് പറയാം. പിന്നെ എന്റെ മോനൊന്നും നോക്കില്ല, കണ്ണും ഓരടിച്ചു പൊളിച്ചു. അത് കാര്യക്കണ്ട, വയസ്സായ ആളല്ലേ. നമ്മുടെ ചങ്കില് പെങ്ങളുടെ കല്യാണല്ലേ. ഈ ചെങ്ങായി ചൂട് കൊണ്ടേക്ക് തലയുടെ പ്രശ്നമാവും. പുതിയ ഇറങ്ങിക്കോട്ടെ മറ്റൊക്കെ ഞാൻ ആയിക്കോട്ടെ. ഇട്ടടി മതി. എടുക്കാൻ ഒരുപാട് റിസ്ക് എടുത്തു. ഒറിജിനൽ കല്യാണല്ലേ ഇതല്ലേ? സിനിമാക്കാരൊക്കെ പറഞ്ഞാല് സെറ്റ് ഇടാണ്. അപ്പൊ അവിടെ എല്ലാ ആൾക്കാർക്കൊക്കെ പറഞ്ഞാൽ കേൾക്കും. ഇതിപ്പോ ഒറിജിനൽ ചിലപ്പോ മൂല്യന്മാരുണ്ടാവും, അവരൊക്കെ ഉണ്ടാവും. ഓരൊക്കെ അടിയുന്നാണ് ഈ വീഡിയോ എടുത്തത്. പക്ഷെ എല്ലാരും സഹകരിച്ചു തന്നു. ഈ അമ്മാവന് ഭയങ്കര ഫാൻസ് ആണല്ലോ അമ്മാവൻ ക്യാരക്ടർ ചെയ്ത പുള്ളിക്ക്. ഇവിടെ അടുത്തില്ലാണ് ഹംസപ്പ. ആളപ്പൊ ഇങ്ങോട്ട് ചോദിച്ചു വന്നാണോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോയിട്ട്? ഞങ്ങള് രാവിലെ നടക്കാൻ പോകും. അപ്പൊ അവിടുന്ന് ഇങ്ങനെ ചോദിക്കലുണ്ട്. നമുക്കൊക്കെ നാട്ടുകാർക്കൊക്കെ ഒരു ചാൻസ് ആട്ടെ, ഇങ്ങനെ ഒറ്റക്ക് ഫേമസ് ആയി എന്നൊക്കെ പറയും. ഞങ്ങക്ക് സത്യം പറഞ്ഞാൽ അവരോടൊക്കെ ചോദിക്കാൻ മടിയായിരുന്നു വീഡിയോയിൽ നിൽക്കുമെന്ന് ചോദിക്കാൻ. കാരണം അതുപോലെ എന്താ, അതായത് പണ്ട് മുതലേ ആൾക്കാർ ഇങ്ങനെ കളിയാക്കി ഇങ്ങനെ വന്നോണ്ട് ഓൾറെഡി നമ്മള് പറഞ്ഞ നമ്മള് പിന്നെ ഇങ്ങോട്ട് കളിയാക്കൂല എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വലയിട്ട് ഇങ്ങോട്ട് ചോദിച്ചു വന്നപ്പോ പിന്നെ ഇവരൊക്കെ പണ്ടേ മുതലൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ ഇതേമാതിരി തന്നെയാണ് എന്താ ലാലിൻ ഞങ്ങളപ്പം വന്നത്. ലാലിൻ ഞങ്ങൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് എന്താ മീനാർക്കുഴി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവന്റെ നാടാണ്. അവിടേക്ക് നമ്മൾ ഈ ഫുട്ബോളിന് ഇങ്ങനെ കൈ കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഉദ്ഘാടന ചടങ്ങ്. അതിന് ചെന്നപ്പോ അവിടുന്നാണ് അവന് എന്താ ഞങ്ങളടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ വീഡിയോ അങ്ങനെ ഡ്യൂറ്റ് ചെയ്യല്. ഡ്യൂറ്റ് പറഞ്ഞാൽ അവിടെ ശബ്ദത്തിന്, ഞങ്ങളെ ശബ്ദത്തിന് ഡബ് ചെയ്യണ ലിപ്പ് ചെയ്യണ സംഭവം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പൊ അത് കണ്ടപ്പോ ആ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഓനാണ് ഇതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഓനിങ്ങനെ കാണിച്ചു തന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇതിന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയത് നിങ്ങളെ രണ്ടാളെയും സൗണ്ടിന് ചെയ്തിട്ടാണ് എന്നൊക്കെ പറഞ്ഞു. അന്ന് അങ്ങനെ പോയി. പിന്നെ ഓനെ കാണുന്ന ഞങ്ങള് ഗോഡൌണില് എന്താ ചുമടേറ്റും കൊണ്ടിരിക്കുന്ന സമയത്ത് കുറെ ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് ഓനും അവന്റെ കൂട്ടുകാരൊക്കെ അങ്ങനെ വന്ന് അവിടുന്ന് പിന്നെ ഞങ്ങൾ 1-2 വീഡിയോ ഒക്കെ ചെയ്തിട്ട് പിന്നെയാണ് ടിക്ടോക്ക് പോയത്. ഇതൊക്കെ ടിക്ടോക്ക് ഉണ്ടായിരുന്ന കാലത്ത് നടന്നാണ്. പിന്നെ എന്താ ഇൻസ്റ്റഗ്രാമില് എന്താ ടിക്ടോക്ക് പോയപ്പോ എനിക്കും അത്യാവശ്യം ഒരു 50K 40K ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. അതും പോയിക്കല്ലേ. ഞങ്ങൾ പിന്നെ ഇൻസ്റ്റഗ്രാമിൽ കേറിയിട്ട് ഇങ്ങനെ ആക്റ്റീവായി ഇങ്ങനെ വരുമ്പോ ഓങ്ങനെ വിളിക്കും, നാടാ നമുക്ക് എന്തെങ്കിലും വീഡിയോ ചെയ്യല്ലേ എന്ന് പറയാം. അപ്പൊ കുറെ ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഇത്ര ഒരാളായിരുന്നു ഓനും. പക്ഷെ ഓനെ ഞങ്ങൾ ഒരു വട്ടം വീഡിയോയിൽ കൊടുത്തപ്പോ നല്ല ആക്ട് ചെയ്യാനൊക്കെ വെക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കൂടെ കൂട്ടിയത്. ഞങ്ങള് മെയിൻ ക്യാരക്ടേഴ്സ് ഒക്കെ അധികം ഓൻക്കാക്കി കൊടുത്തു. ഞങ്ങള് ചെയ്യേണ്ട ക്യാരക്ടേഴ്സ് ഒക്കെ ഓൻക്കാക്കി. ഞങ്ങള് ചെറിയ സബ്ബുക്ക് മാറുന്നു. ഞങ്ങള് എപ്പോഴും എങ്ങനെയാ അറിയോ, എന്താ പുതിയ ആൾക്കാരെ വളർത്താൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമല്ല ആൾക്കാരാ. പിന്നെ ഞങ്ങളെ മുഖം എപ്പോഴും ഇങ്ങനെ കണ്ടു വെറുക്കുമല്ലോ. അപ്പൊ എപ്പോഴും ഇങ്ങനെ കണ്ടു വെറുക്കുമ്പോ ഞങ്ങൾ പുതിയ ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ മെയിൻ റോള് കൊടുക്കും. അത് ഞങ്ങള് ചെറിയ ഭാഗം അഭിനയിക്കും. അങ്ങനെ ഓന് എന്താ അടിപൊളിയായിട്ട് അടിച്ചു
ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പൊ ഞങ്ങളെക്കാട്ടിലും ലൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഞങ്ങക്ക് പറയാലോ ഞങ്ങളിപ്പം വന്ന ഒരാളാണെന്നുള്ളത് പറയാലോ. ഇപ്പൊ നിങ്ങൾ ഒരുമിച്ചുള്ള വീഡിയോസ് ഒക്കെ ഇപ്പൊ അങ്ങനെ കുറവാണ്. ഇപ്പൊ ആൾക്കാര് പറയും എന്താ ഓനെ കണ്ട് പടി എന്നൊക്കെ പറയും. ഓർക്ക് അറിയില്ലല്ലോ നമ്മളിപ്പം വന്ന ആൾക്കാരാണ്. ഈ കൊമ്പങ്കാട് കോയാന്നുള്ള പേര് മനസ്സിനക്കരയില് എന്താ കൊമ്പനക്കാട് മാത്തുക്കുട്ടി കേട്ടിട്ടുണ്ടോ? ചേച്ചി എപ്പോഴും ഇങ്ങനെ പറയും നമ്മളെ കൊമ്പങ്കാട് മാത്തുക്കുട്ടി ചായന് അങ്ങനെ എപ്പോഴും പറയും. ആ അതുമെന്ന് ഞങ്ങള് കൊമ്പങ്കാട് കോയാന്ന് ഇടാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടതാ. പക്ഷെ ആ ആള് ഇപ്പൊ എന്താ ഇതറിയാത്തവര് പറയും എന്താ കണ്ടന്റ് ഇല്ലെങ്കിൽ ആ ലാലിനോട് പോയി ചോദിക്കടേ. ഒരു ദിവസം ഇപ്പൊ ഇന്നലെ ഇന്ത്യക്ക് ഒരു കമന്റ് വന്നു, അത് ലാലന്റെ അക്കൗണ്ട് ആണെന്ന് എഴുതിയിട്ട് എന്താ ഇട്ടാ തോന്നുന്നു. പറയണ എന്താ എന്താ ലാലേ ആ മുനീറും ഫാറൂഖും ആ ചെറ്റളപ്പല്ല വീഡിയോ നിർത്തിക്കോ, നിന്റെ വില കളയാൻ നിക്കണ്ട, അങ്ങനെയൊക്കെ പറയും കൊറേ ആൾക്കാര്. ചിലപ്പോ വെറുതെ ആൾക്കാർ ഓരോരുത്തർ ഓരോ ടൈപ്പ് അല്ലേ. ഞങ്ങള് തമ്മിൽ ഒരു പ്രശ്നമില്ല. ആൾക്കാർ വിചാരം ഞങ്ങള് ഇവനെ ആട്ടി വിട്ടിന് ശേഷം ഞങ്ങളെന്താ അറിയോ ഓനക്കും പ്രൊമോഷൻസ് കിട്ടൽ തുടങ്ങി. അപ്പൊ എന്താ പറയാ ഞങ്ങൾ അതിൽ നിക്കണ്ടല്ലോ, ഓനക്ക് സ്വന്തമായിട്ട് കിട്ടുകയാണെങ്കിൽ ഓനും പോയി ചെയ്തോട്ടെ, രക്ഷപ്പെട്ടോട്ടെ. ഞങ്ങളെപ്പോഴും പറയും ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാല് സ്വന്തം പേജ് തുടങ്ങിക്കോ, എന്നിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെട്ടോ. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാലത്ത് നമ്മൾ നിക്കുമ്പോ ഓനും നിന്ന് പോകും. അപ്പൊ അങ്ങനെ പറഞ്ഞു. അപ്പൊ ആ ഷിക്കു എന്ന് പറഞ്ഞ ചെക്കന് നല്ല ആക്ട് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഓന്റെ ഒപ്പം ചെയ്തോ നോക്കിയൊക്കെ. അപ്പൊ ഓനക്ക് എന്താ ഇൻസ്റ്റഗ്രാം വലിയൊരു കമ്പം ഉണ്ടായില്ല, ഓനക്ക് യൂട്യൂബ് ചെയ്യുന്നു കമ്പം. എന്നിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഓന അങ്ങനെ ചെയ്തപ്പോ ഓര് അടിപൊളിയായി. ഇപ്പൊ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇപ്പൊ അടുത്ത് ഷാർജിക്കൊക്കെ പോയില്ലേ. ഞങ്ങളും ഇതേമാതിരി എന്താ ഇവന് ആദ്യം വന്ന സമയത്ത് ഞങ്ങൾക്ക് എന്ത് കിട്ടുകയാണെങ്കിലും ഞങ്ങള് രണ്ടാളുള്ള ആൾക്കാരാന്ന് അറിഞ്ഞിരുന്നു. അപ്പൊ ഞങ്ങൾ പറയും മൂന്നാമതൊരാളും കൂടി വന്നിട്ടുണ്ട്, ലാലാന്ന പേര്, ഓനും കൂടി കൊണ്ടാണ്. ഇപ്പൊ ഞങ്ങൾക്ക് ഗൾഫിക്ക് പോകാൻ ചാൻസ് കിട്ടി, ദുബായിക്ക്. ഞങ്ങൾ എല്ലാവരും പാസ്പോർട്ട് ഉണ്ട് എന്നല്ലാതെ ദുബായ് വിമാനത്തിലും കൂടി കയറാത്ത ആൾക്കാരാണ്. ഞങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നതിന് ശേഷമാണ് അതൊക്കെ കാണാൻ പറ്റിയത്. താജ്മഹൽ കണ്ടു, ദുബായ് കണ്ടു. അപ്പോൾ ഞങ്ങൾ എന്തുണ്ടെങ്കിലും എന്താ മൂന്നാമത് ഒരാളും കൂടി ഉണ്ട് ലാല എന്ന് പറഞ്ഞിട്ട് ഓനെ കൊണ്ടുപോകും. പക്ഷെ ഈ എന്താ ഷാർജിക്ക് പോയത് ഞങ്ങള് ശരിക്കും സത്യം പറഞ്ഞാല് അറിഞ്ഞില്ല. അത് ഓന് എന്താ ഞങ്ങക്ക് ലക്ഷദ്വീപിക്ക് ഒരു ചാൻസ് കിട്ടി. അപ്പൊ അതിന് ലാലക്ക് വിളിച്ചപ്പോ ഓൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ എന്താ ഷാർജിക്ക് പോകാനൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴാണ് എന്താ ഓന് വേറെ ടീമായത് തന്നെ ഞങ്ങൾ അറിയണത്. അതെ കുഴപ്പമൊന്നുമില്ല. ഞങ്ങള് ഇപ്പൊ വിളിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പൊ വീഡിയോ ചെയ്യാനിപ്പോ എനിക്ക് നേരം കിട്ടാറിട്ടാണ് തോന്നുന്നു. പക്ഷെ ആൾക്കാര് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഞങ്ങളെ കാണുന്നത്. ഞങ്ങൾക്ക് എന്ത് കിട്ടുകയാണെങ്കിലും ഞങ്ങളെ കൂടുതൽ കൊണ്ടുപോകും. ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ ചൈനക്ക് പോകാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഞങ്ങളിപ്പോ ഒരു മുടിയിലൊരു ചെക്കനെ കിട്ടിയില്ല, എന്താ ഷാദ് പറഞ്ഞിട്ട്. അപ്പൊ ഓനെയും കൂട്ടിയിട്ടാണ് നമ്മള് പോണ്. ഓനില്ലെങ്കിലും ഞങ്ങൾക്ക് പോവാ. ഞങ്ങള് ഒന്ന് ചോദിച്ചു വിടും. ചോദിച്ചിട്ട് കഴിഞ്ഞാല് അല്ലാതെ നമ്മളിപ്പോ ഈ വൈരാഗ്യവും കാര്യങ്ങളൊന്നും വെച്ച് നടന്നിട്ട് നമ്മള് ജീവിതത്തില് കൂടുതൽ ചിരിക്കുക. ഞങ്ങളെ ക്യാപ്ഷൻ തന്നെ ചിരിച്ചോളിയും കുരിപ്പുകളെന്നാ. അപ്പൊ കൂടുതല് എന്താ ആരോടും പരിഭവങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല, അങ്ങനെ പോകും. ഞങ്ങളെ ഫീലിങ്സോ കാര്യങ്ങളൊന്നും ഇതുവരെ ഒരു പ്ലാറ്റ്ഫോമിലൊന്നും പറഞ്ഞിട്ടോ ഇതൊന്നുമില്ല. ഞങ്ങൾ എപ്പോഴും ആൾക്കാരെ ഞങ്ങൾ എന്താ എന്റർടൈൻ ചെയ്യിപ്പിക്കുക, എപ്പോഴും ചിരിക്കുക, ഹാപ്പി ആരുത്. അത് മാത്രമേ ഞങ്ങൾ കരുതിയിട്ടുള്ളൂ. ഞാൻ വേറൊരു വീഡിയോ കാണിച്ചു തരാം നിങ്ങളുടെ. പിന്നെ നിങ്ങൾ ആ വീഡിയോ ചെയ്യുന്ന ആൾക്കാരല്ലേ? അതെ. പിന്നെ ഇച്ചൊരു കട ഉണ്ടായിരുന്നു, അപ്പൊ അതിലൊരു ആഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അതിനെന്താ ചെയ്യാലോ നമുക്ക്? എന്താ വെച്ചാൽ പെട്ടെന്ന് വേണം, അധികം പറ്റൂല, അധികം ടൈം എടുക്കാൻ പറ്റില്ല, പെട്ടെന്ന് വേണം. അതിനിപ്പോ എന്താ ടൈം? പിടിച്ച ആ ക്യാമറ ഓൺ ആയിക്കാ എടുത്ത. ഇത്ര പണിയുള്ളൂ ഞങ്ങളെ പരിപാടിക്ക്. ഇനി എങ്ങനെ പോ? ഇനി കണ്ടജ് ഇത്ര പരിപാടി ഉള്ളൂ, ബാക്കി ഞാൻ കാണിച്ചു തരാം. കമോൺ, ക്യാമറ ഓൺ അല്ലേ? ഇതെന്തിന്റെ പരസ്യ? ഇതേ NRE ഇലക്ട്രോണിക്സിന്റെ. അവിടെ എന്തൊക്കെയല്ലേ? അവിടെ 6890 റുപ്യക്ക് ഒരു വാഷിംഗ് മെഷീൻ കിട്ടും. വേറെന്തൊക്കെയല്ലത് അവിടെ? അവിടെ ഇൻവേർട്ടറിനും വാട്ടർ ഹീറ്ററിനും എല്ലാ ഇലക്ട്രോണിക്സിനും വൻ വിലക്കുറവാണ്. ഇന്ന് പോയി നോക്കിയാലോ?
ഈ ഒരു റീല് ശരിക്കും അവരെ ഇൻസ്പയർ ചെയ്തിട്ട് ഇട്ടയാണോ അല്ലെങ്കിൽ കളിയാക്കിക്കൊണ്ടിട്ട് അല്ല ഞങ്ങള് സത്യം പറഞ്ഞാല് ഇങ്ങനത്തെ അടിക്കണ സംഭവം ഈ അടിക്കണ വീഡിയോ ഞങ്ങള് പണ്ട് ഉണ്ടാക്കിയതല്ല ലാല ഉണ്ടായിരുന്നപ്പോഴും ഉണ്ട്, ലാല വരുന്നതിന്റെ മുമ്പ് ഞങ്ങൾ അരികോടൊന്നുണ്ട്. പക്ഷെ ഞങ്ങള് ഞങ്ങക്ക് വീഡിയോയിൽ ഒരാളെ തല്ലാൻ പറ്റാത്ത അവസ്ഥ. ഞങ്ങൾ തല്ലിണ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ലാലന്റെ കോപ്പിയാണ്, അവന്റെ കോപ്പിയാണ്. പക്ഷെ ഞങ്ങള് ടിക്ടോക്ക് മുതലേ തല്ലിണ വീഡിയോ കുറെ ഉണ്ട്. അപ്പൊ അതിന്ന് ആൾക്കാർ കാണാത്തോണ്ട് എന്തെങ്കിലും കാരണം. പക്ഷെ ഞങ്ങള് തല്ലിണ ജസ്റ്റ് വെറുതെ അടിക്കണ വീഡിയോ ഇട്ടാലും അത് ലാലിന്റെ കോപ്പി എന്ന് അറിയില്ല. അപ്പൊ ഞങ്ങളത് വേണമെങ്കിൽ എന്താ ഞങ്ങള് ചെയ്യണ കുറെ വീഡിയോകള് ഞങ്ങളെത്തുണ്ട്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, എനിക്ക് തോന്നുന്നു ആ വീഡിയോയില് കുറച്ച് കമന്റ്സും കുറെ വന്നിട്ടുണ്ടായിരുന്നു. കോയക്കുള്ളൂ, കൈ തോന്നിയവരുണ്ടോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും കുറെ ആൾക്കാർ വിചാരിച്ചാൽ നിങ്ങൾ അവരെ ട്രോളി ഇട്ടതാണ്. അതാണ് ഓരോരുത്തരെ നമ്മള് ഓരോരുത്തർക്ക് ഓരോ മൈൻഡ് അല്ലേ, ഓരോരുത്തർ കാണുന്ന വേറെ ഓരോരുത്തരുടെ രീതിയിലേക്കാണ്. ഇപ്പൊ ആൾക്കാര് ഞങ്ങളും ലാലും ഇപ്പൊ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ ആൾക്കാര് ഞങ്ങള് ഓനെ അടിച്ച് പുറത്താക്കി എന്നുള്ള മാതിരിയാണ് സംസാരം കാര്യങ്ങൾ. അപ്പൊ ഞാൻ അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ കരുതിക്കോട്ടെ. ഞങ്ങൾ തിരുത്താനൊന്നും പോയിട്ടില്ല കേട്ടോ. എന്താ പറയുക, ഇതിൽ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കുറെ കാര്യങ്ങൾ വരും പറയും, അത് നമ്മളതിന് റീപ്ലൈ കൊടുക്കുക എന്നാ അതിന്റെ നേരം ഉണ്ടാവുള്ളൂ. അപ്പൊ ഞങ്ങൾ അതിന് കൊടുക്കുകയില്ല. അങ്ങനെ എഴുതുന്നവർ കരുതട്ടെ, എല്ലാത്തവരും കാണണം. ഓക്കെ, ഇപ്പം നിങ്ങളിപ്പോ കുറെ ഇയേഴ്സ് ആയിട്ട് ഫീൽഡിലുണ്ടെങ്കിലും വളരെ മെല്ലെ മെല്ലെ ഉള്ള ഒരു ഉയർച്ചയായിരുന്നു. അപ്പം അതിന് മുന്നേ ഒക്കെ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ലൈഫും നിങ്ങളുടെ വീടും ചുറ്റുപാടും കാര്യങ്ങളൊക്കെ? ഓട്ടർഷക്കാരായിരുന്നു ആദ്യം ഈ അരികോടോണിൽ വരുന്നതിന് മുമ്പ്. എന്താ പിന്നെ അതിന് ശേഷമാണ് ഈ അരികോടോണിൽ അത്യാവശ്യം ശമ്പളം കാര്യങ്ങളൊക്കെ ഉണ്ട്. 1000 ഉറുപ്പ്യൊക്കെ ഡെയിലി കിട്ടും. കുറച്ച് ചത്ത് പണിയെടുത്താലും കുറച്ച്. അതായത് ഞങ്ങക്ക് ഫസ്റ്റ് ഞങ്ങൾ ചേരുമ്പോ 3 ആള്, പിന്നെ 4 ആളായി, പിന്നെ 6 ആളായി, അങ്ങനെ വന്ന് ജോലിയില്. പക്ഷെ ഞങ്ങക്ക് ഒരു 1000 ഉറുപ്പ്യ ആവണമെന്നുണ്ടെങ്കിൽ ഞങ്ങള് 2 കണ്ടെയ്നർ ഒക്കെ ഉണ്ടല്ലോ, 2 കണ്ടെയ്നർ അരിയൊക്കെ ഇറക്കണം. ഇറക്കുക മാത്രമല്ല 1140 25 കിലോന്റെ ചാക്ക് ഉണ്ടാവും. അങ്ങനത്തെ 2 കണ്ടെയ്നർ ഇറക്കിയാല് അത് ഇറക്കിയിട്ട് ഞങ്ങള് കൊണ്ടുപോയി അട്ടിടുമാണ്. അരിഗോഡൌണില് നിങ്ങളുടെ ജോലി മറ്റേ ചാക്ക് എടുക്കുക, ഇറക്കുക, കയറ്റുക, ഇറക്കുക, അതാണ്. അപ്പൊ അത് ഒരു 2 കണ്ടെയ്നർ ഇറക്കി മാത്രമാണ് ഞങ്ങൾക്ക് ഒരു 1000 ഉറുപ്പ്യ ആവുക. ആ ജോലി ആക്കി തന്ന ആളെ വീടാണ് അത്. ഓക്കെ. അപ്പൊ അവിടുന്ന് ആണ് കൊറേയൊക്കെ ഞങ്ങളൊന്ന് കടങ്ങളൊക്കെ ഒന്ന് വീഡിയോ റെഡിയായി വന്നൊക്കെ അവിടുന്ന്. അങ്ങനെ ഈ വണ്ടിന്റെയും എല്ലാ വർക്കും ഞങ്ങൾ പോയി നോക്കിയിട്ടുണ്ട്. പെയിന്റിങ്, പിന്നെ വാർപ്പിന്റെ പണിയാണെങ്കിൽ അത്, ഓട്ടോറിക്ഷ ഓടാന്, തുണിക്കട, ചെയ്യാത്ത പണി. ഞാൻ കിണറിന്റെ റിങ് ഉണ്ടല്ലോ, അതിന്റെ വർക്കിനടക്കം പോയിട്ടുണ്ട്. എല്ലാത്തിനും പോയിക്കണം. ഇപ്പൊ ഏതായാലും കുഴപ്പമില്ല. ഈ ജനങ്ങളെ സപ്പോർട്ട് കൊണ്ട് ഞങ്ങളിപ്പോ എന്താ കാറ് വാങ്ങി, വീട് വെച്ചു. ഇനിയിപ്പോ ഞങ്ങൾക്ക് പഴയ ഗോഡൌണിക്ക് പോകാന് യാതൊരു മടിയില്ല. മടിയുണ്ടോ? അത് 25 കിലോയുടെ ചാക്കോ? 25ന്റെ 50ന്റെ ഒക്കെ ഉണ്ട്. 25ന്റെയാണ് കൂടുതൽ അവിടെ വരിക. ഓക്കെ. ഇപ്പം ഇത്ര നാളത്തെ ലൈഫില് നിങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് വിഷമം തോന്നിയിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? അപ്പം അതിൽ നിന്ന് നിങ്ങൾക്ക് ഇൻസ്പയർഡ് ആയിട്ടായിരിക്കുമല്ലോ നമ്മളിപ്പോ ഈ ഒരു ലെവലിലേക്ക് എത്തുന്നത്. അപ്പൊ തിരിഞ്ഞിങ്ങനെ ആലോചിക്കുന്ന സമയത്ത് നിങ്ങളെ അന്ന് ഒരുപാട് വിഷമിപ്പിച്ച് തളർത്തി ബ്രേക്ക് ഡൗൺ ആക്കിയ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഒക്കെ? ഞങ്ങള് എന്താ അതിന് മുമ്പല്ല, ഇപ്പൊ ഞങ്ങൾ പെട്ടെന്ന് വൈറലായല്ലോ. അപ്പൊ ഞങ്ങൾക്ക് ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങി. അപ്പൊ ഞങ്ങൾക്ക് എന്താ സങ്കടം വന്ന സീനൊന്നല്ല കേട്ടോ പറയുന്നത്. അതില് ഞങ്ങളടുത്ത് വണ്ടിയില്ല, കാറില്ല. സാധാരണ ഒരു ഇനാഗ്രേഷനൊക്കെ ആര് പോവാണെങ്കിലും അടിപൊളി കാറിലൊക്കെ വന്നിങ്ങനെ ഇറങ്ങി എന്താ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട്, നമുക്ക് പിന്നെ അങ്ങനെ ചെയ്യാനും പറ്റൂല. എന്താ നമ്മള് അതില് ഞങ്ങൾ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂട്ടി എടുത്തിട്ടാ പോവാ. എന്നിട്ട് ഞങ്ങളൊരു ടൗണൊക്കെ എത്തിക്കഴിഞ്ഞാല് ഇവർക്ക് വിളിച്ചു പറയും, ഞങ്ങൾ സ്കൂട്ടിയിലാണ് വരുന്നത്, നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ കാറ് എടുത്തിട്ട് വരാം, എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് പിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞങ്ങൾ ഒരു 2 കിലോമീറ്റർ ഇപ്പുറത്ത് വണ്ടി സൈഡാക്കും. എന്നിട്ട് ഓരോ ബെൻസ് കാറൊക്കെ എടുത്ത് വരും. എന്നിട്ട് അതിൽ കയറിയിട്ടാ പോകുന്നത്. അങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കുറച്ചെല്ലാം റെന്റിനൊക്കെ എടുത്ത് പോയിട്ടുണ്ട്, ഓരോ പരിപാടിക്ക് പോകാനൊക്കെ റെന്റിന് വാടക എടുത്തിട്ടൊക്കെ അങ്ങനെയൊക്കെ പോയി. പിന്നെ ലാല ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ ഓനെ വിളിച്ചും. എന്താ ഓനടുത്ത് ഒരു അൾട്ടോ കാർ ഉണ്ടായിരുന്നു. അതില് അന്ന് ഓന് ഫേമസ് ആയിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഓനെ വിളിച്ചു കഴിഞ്ഞാൽ ഓനെ ഏതെങ്കിലുമൊക്കെ ഒരു കണ്ടന്റിക്ക് വീഡിയോയിൽ കൂട്ടാന് അതിന് ഭയങ്കര കമ്പായിരുന്നല്ലോ. അപ്പൊ ഓനെ വിളിച്ചിട്ട് ഓന്റെ കാർ എടുത്തിട്ട് അന്ന് എന്താ 1-2 വീഡിയോയിലൊക്കെ ഓൻ ഇങ്ങനെ കൂടിയപ്പോ എന്താ ആൾക്കാര് ഓനെ തിരിച്ചറിയൽ ഇങ്ങനെ തുടങ്ങി. അതിലും പറഞ്ഞു, എടാ ഇന്നൊരാൾ വന്ന് സെൽഫി ഒക്കെ എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേ ഭയങ്കര സന്തോഷത്തില് സെൽഫി ഒക്കെ എടുത്തോടെ പറഞ്ഞു. അവൻ പറഞ്ഞു, ഇനി എപ്പോഴും ഞങ്ങളപ്പോ ഇങ്ങനെ
പോകുന്നതുകൊണ്ട് ഇടക്കിടക്ക് ഓരോ ഇനാഗുറേഷനൊക്കെ വരുമ്പോൾ അപ്പോൾ ആൾക്കാർ അങ്ങനെ തിരിച്ചറിയാൻ തുടങ്ങും. പിന്നെ ഞങ്ങൾ കൂടുതൽ വീഡിയോസിൽ ഇത് കൂടിയാൽ മതി. അപ്പോൾ ഞാൻ അങ്ങനെ ഫേമസ് ആയി വരുന്നതാണ്. ഓക്കെ. ഇപ്പൊ നിലവിൽ ഏത് വണ്ടിയാ ഉള്ളത്? ഇപ്പൊ ഞാന് ടയോട്ടന്റെ ഗ്ലാൻസ, ഇവൻ ഇന്നോവ. ഓക്കെ. റെന്റിന് വണ്ടി എടുത്ത് സ്കൂട്ടറിൽ പോയ ആൾക്കാരൊക്കെ ഇപ്പൊ സ്വന്തമായിട്ട് ഇത്രയും വലിയ വണ്ടിയൊക്കെ വാങ്ങിച്ചു, അത് തന്നെ വലിയ കാര്യമല്ലേ. പിന്നെ ഇവിടെ അടുത്ത് വീട് ഉണ്ടാക്കുന്നുണ്ട്, രണ്ടാളും വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഗ്രേറ്റ്. നമുക്കിനി നിങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് പോവാം. എടാ ഈ ഞായറാഴ്ച എന്ന് പറഞ്ഞ ദിവസം വേറൊരു ലെവൽ തന്നെയാണ്. എന്തൊരു മനസ്സമാധാനമാണ്. 6 ദിവസം പണിക്കൊക്കെ പോയിട്ട് 7ാമത്തെ ദിവസം ലീവ് കിട്ടുമ്പോഴുള്ള സുഖം ഉണ്ടല്ലോ. ഞായറാഴ്ചനെക്കാട്ടിലും സുഖം ശനിയാഴ്ച വൈകുന്നേരമാണ്. പിറ്റേ ദിവസം പണിക്ക് പോകണ്ടെന്ന് ആലോചിക്കുമ്പോൾ ശനിയാഴ്ച കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അത് വേറെ എവിടെയും കിട്ടൂല. പിന്നെ അത് മാത്രല്ലടാ, ശനിയാഴ്ച വൈകുന്നേരത്താണ് മുതലാളി പൈസ തരിക. ആ പൈസ ഒക്കെ വാങ്ങിയിട്ട് പെരയിൽ പോയിട്ട് മേത്തുകൂടി വള്ളം പാരുമ്പോ ചെറിയൊരു വേദന ഉണ്ടാവും. അപ്പൊ കിട്ടുന്ന സുഖം ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. അത് കറക്റ്റ്. പിന്നെ വേറെ സംഭവം ഉണ്ട്, നമ്മൾ രാത്രി കടക്കാൻ നേരത്ത് നമുക്ക് നല്ലോണം ഉറങ്ങണം എന്നിരുന്നു, പക്ഷെ ഉറക്കം വരില്ല. ഉറക്കം വരില്ല. അത് ഞായറാഴ്ചയും നാളെ ലീവ് ആണല്ലോ എന്നില്ല, പൊലി കൊണ്ടാണ് ഉറക്കം വരാത്തത്. അതുകൊണ്ട് തന്നെ ഞായറാഴ്ച പെട്ടെന്ന് നേരം വെളുക്കണേ നമ്മൾ ആലോചിച്ച ക്രിക്കറ്റ് കളിച്ചാൻ പോകാൻ വേണ്ടിട്ട് മാച്ച് വെച്ചിട്ടുണ്ടാവേ. പക്ഷെ ഞായറാഴ്ച വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഒരു വിഷമാടാ. തിങ്കളാഴ്ച രാവിലെ പണിക്ക് പോകണല്ലോ എന്ന് ആലോചിച്ചിട്ട് കട്ടിലുമ്പോ നീച്ചലുണ്ട്. ആ സമയത്ത് ഒരു 7 മണിക്ക് മുതലാളി വിളിച്ചിട്ട് പറഞ്ഞു ഒരു മരണുണ്ട്, ചൊവ്വാഴ്ച വന്നാ ഈ സംഭവമൊക്കെ ശരിക്കും മുൻപ് ഇങ്ങനെ വർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് വന്ന എക്സ്പീരിയൻസസ് ആണോ, അല്ലെങ്കിൽ അങ്ങനെ സ്വാഭാവികമായിട്ട് നമുക്കുണ്ട്, എല്ലാവർക്കും ഉള്ള സംഭവം തന്നെയാണ്. അതായത് ഞങ്ങള് ഡെയിലി പണിക്ക് പോകുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് 8 മണിക്ക് രാവിലെ പണിക്ക് പോകണം. 8 മണി കഴിഞ്ഞിട്ട് 6:30ക്കാണ് ഞങ്ങൾ വർക്ക് കഴിയുക. ഞങ്ങൾ അങ്ങനെയാണ്. അപ്പൊ രാവിലെ ഈ ഞായറാഴ്ച നമുക്ക് ലീവ് കിട്ടുമ്പോ പെട്ടെന്ന് നമുക്ക് ദിവസം പോകും. പെട്ടെന്ന് ദിവസം പോയിട്ട് പിറ്റേ ദിവസം നമ്മൾ പണിക്ക് പോകണ്ടേ. ഞങ്ങൾക്ക് പറഞ്ഞാൽ ഒന്നാമത് 8ന്റെ പണിയാണ്, നല്ല റിസ്ക് ഉള്ള പണിയാണ്. അപ്പൊ ഇത് ഞാൻ ആലോചിച്ച് പോകുന്നു, ഇപ്പൊ നാളെ പണിക്ക് പോകണ്ടേ, നാളെ ഇല്ലാന്ന് പറയുന്നത്. ഞങ്ങളെ കടയാണെങ്കിലോ ഒരു കൊറോണക്ക് കൂടി പൂട്ടിയിട്ടില്ല ഞങ്ങളെ കട. അപ്പൊ അങ്ങനെയൊക്കെ വരും, ഞങ്ങളെ ഇടയ്ക്ക് ചിന്തിക്കും. പിന്നെ ക്രിക്കറ്റിന്റെ അതിൽ ആഡ് ചെയ്ത് എന്താ വെച്ചാല്, ഞാൻ അത്യാവശ്യം ക്രിക്കറ്റും ഇതൊക്കെ സ്കൂൾ ടീമിലൊക്കെ കളിച്ചിരുന്ന ആളാണ്. ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ കളിച്ചിരുന്നതാണ്. അപ്പൊ ഈ തടി ഇങ്ങനെ ആയി തന്നെ ഉള്ളൂ. അപ്പോ ആ ടൈമില് ഉണ്ടായിരുന്ന സംഭവങ്ങളാണ്. ഞങ്ങൾ രാവിലെ നേരം വെളുത്തു കഴിഞ്ഞാല് നമ്മള് ഒരു 10th വരെയൊക്കെ പഠിക്കുന്ന ടൈമിലൊക്കെ രാവിലെ പെട്ടെന്ന് നമ്മള് കളിക്കാൻ പോകാനുള്ള ചിന്ത പെട്ടെന്ന് ഉണ്ടാവും. ക്രിക്കറ്റ് കളി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്ര അധികം. ഫുട്ബോളും ഉണ്ട്, മലപ്പുറത്ത് ഫുട്ബോൾ ഉണ്ടെങ്കിലും ക്രിക്കറ്റും ഒരു സൈഡ് കൂടി ഉണ്ട്. അപ്പൊ അങ്ങനെ ആ ക്രിക്കറ്റിന്റെ ഒരു സാധനമാണ് അതില് പിന്നെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തത്. ഓക്കെ, ഫൈൻ. നമുക്ക് നിങ്ങളുടെ വേറൊരു വീഡിയോയിലേക്ക് പോവാം. 10 മണിക്ക് നമുക്ക് അവിടെ എത്തണേ. ഈ വണ്ടി എടുത്ത് വേഗം വാ. ഞാൻ വണ്ടിയോടെ പെണ്ണോർക്ക് എത്താനേ കൂടെ ഇതൊരു കാര്യം ചെയ്യാ, റോട്ടിൽ ഇറങ്ങിക്കേ. എന്നാ ഞാൻ റോട്ടിക്ക് ഇറങ്ങി നിൽക്കണോ? ആയിക്കോട്ടെ. പിന്നെ ഓൻ വിളിച്ചപ്പോഴാണ് പോവാനേ, 2-4 വട്ടം വിളിച്ചട്ടെ. ഈ സിറ്റുവേഷൻ എപ്പോഴെങ്കിലും റിയൽ ആയിട്ട് ഫേസ് ചെയ്തിട്ടുണ്ടോ? ഒരുപാടുണ്ട്. കൂട്ടുകാരുണ്ട്, സൂര്യൻ എന്ന് പറഞ്ഞിട്ടുള്ള. ഓൻ ഇതേമാതിരിയാണ്. ഓനെ നമ്മളിപ്പോ പെട്ടെന്ന് നമ്മളൊരു പരിപാടിക്ക് പോകാൻ വിളിച്ചാല് ഓൻ വരില്ല. ഓൻ വരിക ഒരു 1/2 മണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഓൻ വരുള്ളൂ. ഇനി എത്ര ഇതാണെങ്കിലും ഓൻ ആ ടൈം കഴിഞ്ഞിട്ട്. അപ്പൊ നമ്മള് ടൂർ പോകണെത്തിക്കോ, നമ്മളെല്ലാരും ഇറങ്ങി വണ്ടിയിൽ സെറ്റായി നിന്നാല് ഓൻ വരില്ല. ഓനൊരു 1 മണിക്കൂർ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് പതുക്കെ ഒരു 2-4 വട്ടം കൂടി നമ്മൾ വിളിക്കണവനെ. പക്ഷെ ഈ വീഡിയോയില് പറയണ പോലെ എന്താ ആള് മോശക്കാരനൊന്നുമല്ല. ഇതില് ഓന് കുറച്ചേരം നിക്കട്ടെ അങ്ങനൊന്നുമില്ല. അത് ഓൾറെഡി ജീവിതത്തില് അങ്ങനെ ഓനെ ഇതാണ്. അതായത് ഓന് എന്ന് പറഞ്ഞാല് ഓരോ വീട്ടിലെ ഓരോ കാര്യങ്ങളും നല്ല വൃത്തിയിൽ ചെയ്യണതാണ്. ഓന്റെ വീട്ടിൽ നിന്ന് എടുത്ത് ഓന്റെ വീട്ടിലൊരു ഇല വീണാലടക്കം ഓൻ അത് എടുത്ത് കളയുന്ന ഒരാളാണ്. അപ്പൊ ഓൻ അത്രയും നോക്കിയിട്ട് പതുക്കെ പോരുള്ളൂ. അതുകൊണ്ടാണ്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ കുറെ വീഡിയോസ് ഉള്ളണ്ടേ. മുത്തുവോ ചെങ്ങായി ജിമ്മാരി മയത്ത് പണിക്ക് പോവാ? പിന്നെ പണിക്ക് പോകണ്ടേ? എന്തിന്? ഞാനൊക്കെ പണിക്ക് പോയിട്ടാണ് ഇപ്പൊ ഇരിക്കണ്. ചങ്ങാഴ്ച ഒരുപാട് കടണ്ട്, അതൊക്കെ വീട്ടുണ്ട്. ഈ പണിക്ക് പോയാലാണ് കടങ്ങൾ ഉണ്ടാവുക. ഞാനേ ഉണ്ടായിട്ട് ഇന്നേ വരെ പണിക്ക് പോയിട്ടില്ല. എന്നിട്ട് എനിക്ക് എന്തെങ്കിലും കട ഉണ്ടോ? എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് അംസപ്പ അത് വരുന്നു. അംസപ്പാനോട് നമുക്ക് ചോദിച്ചു നോക്കാം. അംസപ്പ, നിങ്ങൾ എത്ര കൊല്ലമായി പണിക്ക് പോക്കണമെങ്കിൽ? ഞാൻ 10-30 കൊല്ലമായി. എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും സമ്പാദിച്ചിക്കണോ? ഇല്ല, ചെറു 3 ലക്ഷം റുപ്യ കടണ്ട്. കണ്ടോ ഇയാൾ 30 കൊല്ലമായി പണിക്ക് പോക്കണമെങ്കിൽ ഇപ്പോഴും 3-3.5 ലക്ഷം റുപ്യ കടാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കണേ, എന്നിട്ടും ഇതറിഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് പണിക്ക് പോകണെന്ന്? എന്നാലും ഇപ്പോൾ പണിക്ക് പോകാതിരിക്കണ നിങ്ങൾക്ക് ഇപ്പോഴും ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടില്ല. ഈ പോണ ചങ്ങായിക്ക് ടൗണിൽ സ്വന്തമായിട്ട് സ്ഥാപനമുള്ള ആളാണ്. പിന്നെ
നിങ്ങൾ കാലാകാലങ്ങളായിട്ട് അങ്ങാടിന്റെ സെന്ററിൽ സ്വന്തമായിട്ട് സ്ഥാപനം നടത്തുന്ന ആളല്ലേ? അതെ. നിങ്ങൾക്ക് കട ഉണ്ടോ? കടം 10 ലക്ഷം റുപ്യ കടണ്ട്. ആ എന്നായിക്കോട്ടെ, പോയിക്കോളെ. കണ്ടോ ഇപ്പൊ എന്തായി? 10-30 കൊല്ലം പണിയെടുത്തിട്ട് ഒലക്കേ. ഇന്നത്തോടെ പണി നിർത്തിയ. എന്നാ നമുക്ക് ഇന്നൊരു സിനിമക്ക് പോയാലോ? ആയിക്കോട്ടെ. ഇനിയിപ്പോ എന്നും സിനിമക്കൊക്കെ അല്ലേ പണി? വേറെ ഇപ്പൊ എന്താ പണി? താമസപ്പാനെ വിളിച്ചാൽ മതിയല്ലേ ഇന്റർവ്യൂവിന്? ഇതിൽ കുറെ കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. പണിക്ക് പോവാത്ത ആളുടെ പുറകിൽ പണിക്ക് പോകുന്ന ഒരാളുണ്ടാവും, അല്ലെങ്കിൽ ഈ വീഡിയോ പണിയെടുക്കാതിരിക്കാനുള്ള മോട്ടിവേഷൻ ആണെന്നൊക്കെ. ശരിക്കും ഇതും നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയ സംഭവമാണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പണിക്ക് പോയി ഇത്ര വർഷം കുറെ നാള് വർക്ക് ചെയ്തില്ലേ? നിങ്ങൾക്ക് കടമുണ്ടോ? അങ്ങനെ ഇല്ല, അങ്ങനല്ല. അത് ഓരോ ആൾക്കാരുണ്ട് അങ്ങനെ. ഇപ്പൊ ഒരു എന്താ ബാർബർ ഷോപ്പിൽ ഉണ്ട്, ഞാൻ സ്ഥിരമായിട്ട് വെട്ടാൻ പോണേ. അവിടെ സ്ഥിരമായിട്ട് ഒരു ചങ്ങായി വന്നിരിക്കും. ഉണ്ടായിട്ട് ഇതുവരെ പണിക്ക് പോണ കണ്ടിട്ടില്ല. പക്ഷെ ഓനൊക്കെ നല്ല ഹാപ്പി ആയിട്ട് ഓന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ആ മുടി വെട്ടുന്ന ആള് ഞങ്ങളോട് പറയും, ഞാൻ എത്ര കൊല്ലായി ചങ്ങായി പണിക്കൊക്കെ തുടങ്ങിയിട്ട്, എൻ്റെ അടുത്തൊന്നുമില്ല, എനിക്ക് ഫുള്ള് കാടാണ്, സ്ഥിരമായിട്ട് പണിക്കോവാത്ത ഇവനടക്കം എന്താ ഹാപ്പി ആയിട്ടാണ് നടക്കണെന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ അതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് ആ കണ്ടത്. ഓക്കെ. ലൈഫിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ മടി തോന്നിയിട്ടുണ്ടോ പണിയെടുക്കാൻ? അങ്ങനെ വന്നിട്ടില്ല. ഞങ്ങൾ അത്രയും റിസ്ക് എടുത്ത് പണിയെടുത്തിട്ടുണ്ട് അരികോടുകളിൽ. അതായത് ഞങ്ങൾക്ക് 50ന്റെ ചാക്കിനൊക്കെ പുറത്തത്തെ മാരിയല്ല കൂലി ഉണ്ടായിരുന്നു. 6 റുപ്യാണ് ഞങ്ങൾക്ക് കിട്ടുക 50 കിലോന്റെ ചാക്കിന്. പുറത്ത് 14 റുപ്യാണ്. അത് ഞങ്ങൾ 6 റുപ്യൊക്കെയാണ് ഇറക്കിയത്. അവരെടുക്കുന്നതിന്റെ ഡബിള് പണി. ഇപ്പൊ ഇത് 50ന്റെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാല് ഞങ്ങൾ 6 ആൾക്കാരുള്ളത്. 6 ആൾക്കാർക്ക് 6 റുപ്യ ഒരാൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര ചാക്കങ്ങൾ എടുക്കേണ്ടി വരും? ഒരു ചാക്കിന് 6 രൂപയോ? അത് 6 റുപ്യ ഈ 6 ഡിവൈഡ് ആവും. അപ്പൊ 1 റുപ്യ ഞാൻ കിട്ടണേ. പിന്നെ ഞങ്ങൾ 3 ആളായിരുന്ന സമയത്ത് എന്താ 25 ചാക്കിന് 3 റുപ്യാണ്. അപ്പോഴും ഒരാൾക്ക് 1 റുപ്യ കിട്ടുക. അപ്പൊ 1000 ചാക്ക് 1000 ചാക്ക് ഇറക്കിയാലുള്ളൂ ഒരാൾക്ക് 6 റുപ്യ കിട്ടുക. അപ്പൊ നിങ്ങൾ ഒരു ദിവസം 1000 ചാക്ക് 50ന്റെ 1000 ചാക്ക് ഇറക്കോ? 1000 ചാക്കാ? അത് പറഞ്ഞു കഴിഞ്ഞാല് ഇനി സംശയം ഉണ്ടെങ്കിൽ അവിടെ ഇപ്പൊ വണ്ടി വന്ന് കിടക്കുന്നുണ്ട്, അത് ആദ്യം വീഡിയോ വെക്കുക, എന്നിട്ട് വൈകുന്നേരം ആ വണ്ടിയില് സാധനം ഉണ്ടോന്ന് നോക്കുക. സംശയത്തിനല്ല, ഭയങ്കര അത്ഭുതം. അത് ഭയങ്കര ഒരു ദിവസമല്ലേ, കണ്ടിന്യൂസ് എല്ലാ ദിവസവും ശരീരമൊക്കെ കേടുവരും. ഞങ്ങൾക്ക് പടച്ചോൻ കാത്തിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇതൊക്കെ എത്തിയത്. അല്ലെങ്കിൽ ആകെ ആ പണിയുടെ ഇടയ്ക്കും 5 മിനിറ്റ് ഇട്ടുന്ന റെസ്റ്റിലാണ് ഞങ്ങൾ വീഡിയോ എടുത്തിരുന്നത്. പക്ഷെ അത്രയും ഹാർഡ് വർക്കിനൊക്കെ ഒരു റിസൾട്ട് വന്നില്ലേ ഇപ്പൊ? അതായത് ഞങ്ങൾ വർക്ക് തുടങ്ങി രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്കാവും. അതില് ചായക്ക് പോവാ, ചോറിന് പോവാ, ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ വൈകുന്നേരം വരെ ഈ വണ്ടി ഇറക്കണത് മാത്രമല്ല, വേറെ വണ്ടി വരും പുറത്തുനിന്ന് ഡെലിവറി ചെയ്യുന്ന വണ്ടികൾ. അതിക്ക് നമ്മൾ കയറ്റി കൊടുക്കും വേണം. ഇതേ ആ ചാക്ക് ഇത് ഇറക്കണ ഇടുകയാണെങ്കിൽ കുഴപ്പമില്ല, ഇത് ഇറക്കി നമ്മൾ അട്ടിയിട്ട് പൊന്തിക്കണം. അങ്ങനെയുണ്ട്. അങ്ങനെ നമ്മൾ ഇങ്ങനെ എടുത്തിടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കഴിഞ്ഞു. ഇത് നമ്മള് വണ്ടിയിൽ നിന്ന് എടുത്ത് ഇറക്കിയിട്ട് അട്ടിയിട്ട് മോൾക്ക് കയറ്റി കൊണ്ടുപോകും. ഇപ്പൊ നിങ്ങൾക്ക് കുറെ നെഗറ്റീവ് കമന്റ്സും കാര്യങ്ങളെ കുറിച്ച് നമ്മൾ നേരത്തെ ഒന്ന് മെൻഷൻ ചെയ്തല്ലോ. ഈ നെഗറ്റീവ് കമന്റ്സ് വരുന്ന സമയത്ത് നിങ്ങൾ അത് എങ്ങനെയാ റിയാക്ട് ചെയ്യാറ്? അതായത് നിങ്ങൾ അതിന് പോയിട്ട് റിപ്ലൈ ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യാറുണ്ടോ? ഡിലീറ്റ് ചെയ്താലോ? അല്ല, നമ്മുടെ കുടുംബക്കാരൊക്കെ ഈ വീഡിയോ കമന്റ് വായിക്കണല്ലേ, ഇവര് ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോ നമുക്ക് മോശമല്ലേ? അല്ലാത്ത മാന്യമായ രീതിയിൽ ചൂടാവുകയാണെങ്കിൽ ഞങ്ങളൊന്നും ചെയ്യൂല, അല്ലെങ്കിൽ അപ്പൊ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കും. ഇപ്പം ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പം ഇൻസ്റ്റാഗ്രാം ഫെയിം ആണെങ്കിലും അല്ലെങ്കിൽ ഒരു യൂട്യൂബർ ആണെങ്കിലും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഫെയിം ആയി കഴിഞ്ഞാൽ പല ആൾക്കാർക്കും ചിന്തയുണ്ട്, ലക്ഷങ്ങളാണ് ഇവരുടെ വരുമാനം, ബാങ്ക് അക്കൗണ്ട് നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാണെന്നൊക്കെ പറയും. അപ്പോൾ മുനീറിനും ഫാറൂഖിനും ലക്ഷങ്ങളാണ് വരുമാനം എന്നൊക്കെ കുറെ കിംവദന്തിയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ പറയുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത്? കുറച്ചൊക്കെ ഞങ്ങൾക്ക് ശരിക്കും നിങ്ങൾ റിച്ച് ആയിട്ടുണ്ടോ? റിച്ച് ആയിട്ട് നടക്കൊന്നുമില്ല. പക്ഷെ ഞങ്ങൾക്ക് എന്താ ഇപ്പൊ വീടൊക്കെ കയറ്റാൻ പറ്റിയില്ലേ, അതിനിപ്പോ വെറുതെ കയറ്റൂലല്ലോ. കുഴപ്പമില്ലാതെ കുഴപ്പമില്ലാതെ അൽഹംദുലില്ലാ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അതിനുള്ള കാരണക്കാര് ഈ ജനങ്ങളാണ്. ഫസ്റ്റ് റവന്യൂ എത്രയായിരുന്നു? ഫസ്റ്റ് ഒരു വരുമാനം സോഷ്യൽ മീഡിയ അന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ 10,000 അങ്ങനെയൊക്കെയാണ് യൂട്യൂബിൽ നിന്ന് വന്നിരുന്നത്. 10,000 ഏറ്റവും യൂട്യൂബിൽ നിന്ന് ഞങ്ങൾക്ക് അത്ര വലിയ വരുമാനം ഒന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഇപ്പോഴും യൂട്യൂബ് അല്ല ഫോക്കസ് ചെയ്യണം. പ്രൊമോഷൻസ് ഒക്കെ യൂട്യൂബിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്കിപ്പോ ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ 40,000 ഒക്കെയാണ്. ഇപ്പൊ എനിക്ക് ഒരു വട്ടം 68. ശരിക്കും അങ്ങനെ ഇൻഫ്ലുവൻസേഴ്സ് ഒന്നും ഇത് കറക്റ്റ് ആ എമൗണ്ട് വെളിപ്പെടുത്താറില്ല. നിങ്ങൾ വളരെ വ്യത്യസ്തരാണ് അവരിൽ നിന്ന്.
ഓക്കെ, അപ്പോൾ എന്തായാലും ഫാറൂഖ് ആൻഡ് മുനീർ നമ്മൾ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഫസ്റ്റ് കുറേ നാൾക്ക് ശേഷം ഒരു ഇൻ്റർവ്യൂ കൊടുക്കാൻ നമ്മളുടെ മീഡിയയിൽ കൂടി കൊടുക്കാൻ സാധിച്ചതിലും സന്തോഷം. അപ്പോൾ ഇനിയും ഫ്യൂച്ചർ പ്ലാൻസ് എല്ലാം അടിപൊളിയായിട്ട് മാറട്ടെ. ഇനി എല്ലാവരും നിങ്ങൾ പറഞ്ഞ പോലെ ചിരിപ്പിക്കാൻ സാധിക്കട്ടെ. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഹലോ, ഞങ്ങളല്ലേ കം ചെയ്തത്. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് us. ഓക്കെ.